ഇത് പ്രസിദ്ധമാണ് ഏറ്റെടുത്തോളം മുതൽ മൂപ്പർക്ക് സന്തോഷകരമായ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ സംശയിക്കണം. അതൊരു സത്യം തന്നെയാണ്. കാരണം ഞാൻ ഈ വാട്സപ്പ് മറ്റൊന്നും ഉപയോഗിക്കണില്ലെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ വാട്സപ്പിൽ കൂടിയും മറ്റും പല തെറികൾ എഴുതുന്നതും മറ്റതൊക്കെ കൂടും. അപ്പോൾ ദുആഉൽ മദ്ലൂമി മുസ്തജാബ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അതൊരു അക്രമം തന്നെയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് സുന്നി ആദർശത്തിനെതിരായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എവിടുന്നും പറയലില്ല. ഞാൻ മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ച് എന്തെങ്കിലും നിലക്കുള്ള മോശമായ പരാമർശം ഞാൻ നടത്തലില്ല. ഞാൻ സദസ്സിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് എപ്പോഴും പ്രസംഗിക്കാറുള്ളത്. ഓരോ സദസ്സിലും ആ സദസ്സിനോട് ബന്ധപ്പെട്ട നിലക്കുള്ള പ്രസംഗങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനത്തെ എന്നെ വളരെയധികം മോശമായ നിലക്ക് ചിത്രീകരിക്കപ്പെടുമ്പോൾ അത് ഞാനൊരു മദ്ലൂമ് തന്നെയാണ്. ദുആഉൽ മദ്ലൂമി മുസ്തജാബുന്ന അവൻ്റെ ഏതായാലും അവൻ എങ്ങനത്തവനാണെങ്കിലും മദ്ലൂമാണല്ലോ. അവൻ വലിയ ഔലിയൊന്നും ആവണമെന്നില്ല. അവൻ്റെ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരും. പിന്നെ ആയിരം ആളുകൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരും ദുആ ചെയ്യും, പഠിച്ച തമ്പുരാനെ ഈ മനുഷ്യനുണ്ടല്ലോ ഇന്നലേക്ക് ഉപദ്രവിക്കുന്ന ആളുകൾക്ക് അവർക്കൊരു പാഠം നീ നൽകണേ എന്നുള്ളത്. ആ പാഠമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സുദീർഘമായി ഒന്നും പറയല്ല. നിങ്ങളെല്ലാവരും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യുന്ന ഈ ആശയാദർശങ്ങൾ അതാണ് വിശുദ്ധമായ ദീൻ. അതിൽ യാതൊരു സംശയമില്ല. അതിനൊരു നീക്കുപോക്കിന് നമ്മൾ തയ്യാറല്ല. ഒരു നിൽക്കും അതിൽ ആരും കൈകടത്തിയാലും ആ കൈകളൊക്കെ അതെനിക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നിങ്ങളെ ഈ കൈകടത്തലൊന്നും ശരിയല്ല, അല്ലെങ്കിൽ അതിനെ എതിർക്കും. നമ്മൾ കണ്ടില്ലേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മക്കൾ, ഇസ്തിഖാമയുടെ മക്കൾ ഇപ്പോൾ അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് അത് വിദഅത്താണെന്നും അത് ഇസ്ലാമിക അല്ല എന്നൊക്കെ പറയുന്നവരായിട്ട് ഒരു വാദപ്രതിവാദം അവർ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇത് പഴയ കാലത്ത് തന്നെ മഹാനാവുന്ന അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ബൗദ്ധീകളായിട്ട് വാദപ്രതിവാദം നടത്തലുണ്ട്. ഇതൊന്നൊരു പുതിയ സംഗതിയല്ല. ഇതൊക്കെ സഹാബത്തിൻ്റെ കാലത്തുള്ള സംഗതി തന്നെയാണ്. അപ്പം എന്തിനാ ഇപ്പോൾ വാദപ്രതിവാദം എന്ന് ചോദിക്കും, എന്തിനാ ഖണ്ഡന പ്രസംഗം ചോദിക്കും? അതൊന്നും ശരിയല്ല. വാദപ്രതിവാദം ആവശ്യമുള്ളിടത്ത് വാദപ്രതിവാദം വേണം, ഖണ്ഡന പ്രസംഗം നടത്തേണ്ടിടത്ത് ഖണ്ഡന പ്രസംഗം വേണം. ഇതൊക്കെ ആവശ്യമാണ്. ആ ആശയങ്ങൾ പറയേണ്ടിടത്ത് തുറന്ന് ആശയങ്ങൾ പറയണം. ഈ ആശയങ്ങൾ പറയണമെങ്കിൽ നമ്മളുണ്ടല്ലോ ഒരു കുഴമ്പെന്ന് കേട്ടിക്കണില്ലേ, അത് പറയണോ പറയണ്ടേ? അതാണ് തെറ്റ്. വ്യക്തമായ നിലയ്ക്ക് നമ്മളെ ആശയങ്ങൾ നമ്മൾ ആരെ മുന്നിലും പറയണം. ഇതൊരു ആരോടുള്ളതായ ഒരു വെറുപ്പല്ലത്. അത് അവരോട് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ ആശയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് വെക്കുക. എന്നാൽ അത് ഏറ്റവും ഈ ദീനിനോട് ചെയ്യണതായ ഏറ്റവും വലിയതായ ഒരു തെറ്റായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്യേണ്ടതായ രൂപം മഹാന്മാർ രേഖപ്പെടുത്തി ഖാലിത്തുന്നാസ ബി അഅ്മാലിക്കും വസായിലുഹും ബിൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ വയദ്റഊന ബിൽ ഹസനത്തി അസയ്യ, നന്മ കൊണ്ട് തിന്മനെ തടുക്കുക എന്നുള്ളതാണ്. ഒരാൾ തിന്മ ചെയ്താൽ അവനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കല്ല നമ്മൾ വേണ്ടത്. നന്മ കൊണ്ട് അതിനെ തടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം.